മനു. ആ അമ്മാവനാണോ? ഞാൻ ദേ വരണേ. എന്തായി ചെക്കനെ കാണിച്ചിട്ടേക്കണ്? ശോ, ആ അമ്മാവാ ബാ ഇവിടെ ഇരിക്കി. എന്തായി കാണിച്ചിട്ടേക്കണ് ദൈവമേ. മോമ്പെല്ലാം കഴിച്ചിരുന്നാ? ഇല്ല. എന്നാ അമ്മാവൻ കഴിക്കാൻ എടുക്കട്ടെ. എന്നാ ആ ഇവിടെ ഇരുന്നോട്ടാ. മനു ആ കഴിച്ചോട്ടാ. എണീക്ക്. ആ അമ്മാവനെ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തിനും ഉണ്ടാക്കട്ടെട്ടാ. എന്താണ് മനു ഈ കാണിച്ചത്? അമ്മാവ അറിയാണ്ട് വീണത്. നീ എവിടെ നിന്ന് എഴുന്നേറ്റേ? ഞാൻ വാരിക്കോളത്. വാ. നീ എവിടെ കിടന്നോ കേട്ടാ. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. മനോയ് കട്ടൻ ചായ കുടിച്ചേ. എഴുന്നേൽക്ക്, സമയം ഒരുപാടായി. ഇവിടെ എന്താണ് മണം? നീ മൂത്രം ഒഴിച്ചൂടെ? അമ്മാവ അതെ, പെട്ടെന്നൊന്നും പുറത്തു പോകാൻ പറ്റിയില്ല. ഒഴിക്കാൻ മുട്ടിയപ്പേ പെട്ടെന്ന് പോയതാ അമ്മാവ. ഇനിയിപ്പോൾ ഇത് ആര് കഴിവെന്നു വിചാരിച്ച്? ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഞാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് എല്ലാത്തിനും. നീ എഴുന്നേറ്റേ, ഇവിടെ ഇരുന്നേ, ആ കട്ടൻ ചായ കുടിക്ക്. വല്ലാത്തൊരു പാടായി. എന്നാ കട്ടൻ ചായ കുടിച്ചേ. ഓപ്പോളിന്റെ ഫോട്ടോ ഒക്കെ ആകെ മാറാല പിടിച്ച് നാശമായിരിക്കുന്നു. തുടയ്ക്കാനും പിടിക്കാനൊക്കെ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഞാൻ തന്നെ ചെയ്യേണ്ട ഇതെല്ലാം. അമ്മയുടെ ഫോട്ടോ ഒന്ന് എനിക്ക് തരോ? ഒന്ന് തലോടാനാ. ഞാനെന്തെങ്കിലും ചെയ്യട്ടെ? അമ്മേ തലവട്ടം കണ്ടപ്പോ അച്ഛനും പോയി, ഇതിപ്പോ അമ്മയും. ബാധ്യതകളൊക്കെ എൻ്റെ തലയിലായി. നാശം. അമ്മേ എല്ലാവർക്കും എന്നെ വെറുത്തു തുടങ്ങി. അമ്മേ എന്നെ ആർക്കും വേണ്ട. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നോട്ടെ. അമ്മേ മനു, ഞാനൊന്നേ പുറത്തു പോയിട്ട് വരാട്ടാ. അവിടെ ഇവിടെ ഒന്ന് ആശാക്കിയിട്ട് എടുത്തിട്ടാ പറഞ്ഞേക്കാം. ആ, ഞാൻ പോയിട്ട് വേഗം വരും. ഞാൻ ഈ ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടട്ടെ, വന്നിട്ട് കഴുകുക. ആ ഫോട്ടോ കൂടെ വന്നേ. അമ്മാവ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ കാര്യം? എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പൊന്നു പോലെ നോക്കുമായിരുന്നു. എനിക്കറിയാം എല്ലാവർക്കും ഞാനൊരു ശല്യാണെന്ന്. ഇപ്പൊ അമ്മാവന് ഞാനൊരു ശല്യായല്ലേ? മോനെ,
ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്നല്ലേ? എൻ്റെ ദൈവം എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞയച്ചാരോ? അമ്മാവൻ എന്നെ ഒന്ന് കൊന്നു തരോ? മോനെ, അമ്മാവനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞല്ല മോനെ, വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ മോനെ, അമ്മാവനൊരു തെറ്റ് പറ്റിപ്പോയടാ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂലടാ. മോൻ വിഷമിക്കണ്ട, നീ പറഞ്ഞത് ശരിയാ. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. അത് പല രൂപത്തിലും വരുന്നെന്ന് മാത്രം. നിനക്ക് ഞാനുണ്ടടാ.